നമസ്കാരം. ശ്രീവിദ്യ ട്യൂട്ടോറിൽ കേരള സ്റ്റേറ്റ് സിലബസ് 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ആദ്യത്തെ അധ്യായം ഇന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾ മാത്സിൻ്റെ ഭാഗങ്ങൾ കേട്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്സിൻ്റെ 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ക്ലാസ്സിൽ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാകത്തക്ക രീതിയിൽ ഇരിക്കണം. ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മലയാളത്തിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ, ഈ ഇലക്ട്രിക് കറണ്ട് അഥവാ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു ആമുഖം എന്നുള്ള രീതിയിൽ എന്താണ് വൈദ്യുതി? വൈദ്യുതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ തുടർച്ചയായിട്ടുള്ള പ്രവാഹത്തെയാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹം എന്ന് പറഞ്ഞാൽ പോരാ, ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹം, ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ ഈസ് നോൺ ആസ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, എന്താണ് ചാലകമെന്ന്? ഈ ചാലകം എന്ന് മലയാളത്തിൽ പറയുന്നു, അതേ സാധനം തന്നെ ഇംഗ്ലീഷോട്ട് വരുമ്പോഴത്തേക്കും കണ്ടക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടക്ടർ അഥവാ ചാലകം എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന, ഇലക്ട്രിക് കറണ്ടിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് ചാലകമെന്ന് വിളിക്കാം. അതായത് ഇത്തരം ചാലകത്തിലൂടെ മാത്രമേ, ചാലകങ്ങളിലൂടെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിലൂടെ മാത്രമേ വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി കടന്നു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ നിർവചനം അങ്ങനെയാക്കുന്നത്. വൈദ്യുതിയെ കടത്തിവിടുന്ന ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് ചാലകമെന്ന് വിളിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതിയുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്ന ഒരുപാട് ചാലക കമ്പികളുണ്ട്. ഉദാഹരണത്തിന് അലൂമിനിയം, കോപ്പർ, അതുപോലെ തന്നെ കോപ്പർ എന്ന് പറയുന്ന ചെമ്പ്, അതുപോലെ തന്നെ ഇരുമ്പ്, അങ്ങനെ ഒത്തിരി ലോഹങ്ങൾ. അപ്പോൾ ലോഹങ്ങളുടെ എല്ലാത്തിൻ്റെയും പേര് ഇവിടെ പറയുക എന്ന് പറയുന്നത് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ലോഹങ്ങളെല്ലാം വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ് ചാലകം? ചാലകത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കണ്ടക്ടർ എന്ന് പറയും. കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ചാലകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടക്ടർ, ഇംഗ്ലീഷിൽ കണ്ടക്ടർ എന്ന് പറയും, വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ചാലകം. അപ്പോൾ നമുക്കറിയാം, ചാലകങ്ങളെന്ന് പറയുന്ന ലോഹങ്ങളെല്ലാം ചാലകങ്ങളാണ്. ലോഹങ്ങളെന്ന് പറയുമ്പോൾ ഇരുമ്പുണ്ട്, ചെമ്പുണ്ട്, അലുമിനിയമുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഇങ്ങനത്തെ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ലോഹങ്ങളും ചാലകങ്ങളാണ്. അപ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്നത് കൊണ്ടാണ് അവരെ ചാലകങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ ലോഹങ്ങളും, ഈ ചാലകങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ലോഹങ്ങൾ. ലോഹങ്ങൾക്ക് ഇംഗ്ലീഷ് എന്താ പറയുക? മെറ്റൽസ് എന്ന് പറയും. മെറ്റൽസ്, ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ്. ഇതുകൂടാണ്ട് ഈ ലോഹങ്ങൾ തമ്മിൽ യോജിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ലോഹസങ്കരങ്ങൾ അവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ, ഇംഗ്ലീഷിൽ അലോയ്സ് എന്ന് പറയും. അതായത് 2 അതിലധികമോ ലോഹങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങൾ, അവരെ വിളിക്കുന്ന പേരാണ് അലോയ്സ്. ഇത്തരം അലോയ്സും അഥവാ ലോഹസങ്കരങ്ങളും വൈദ്യുതിയെ കടത്തിവിടും. അവരും ചാലകങ്ങളാണ്. മൂന്നാമത്തത് നമ്മുടെ പെൻസിൽ ലെഡ് എന്നറിയപ്പെടുന്ന ഗ്രാഫൈറ്റ്.
ഇംഗ്ലീഷിലും ഗ്രാഫൈറ്റ് തന്നെ. ഇതും വൈദ്യുതിയെ കടത്തിവിടുന്നതാണ്, അതായത് ചാലകങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇപ്പോൾ കവർ ചെയ്ത പ്രധാന ഭാഗം എന്ന് പറയുന്നത് എന്താണ് ചാലകങ്ങൾ. വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ ചാലകങ്ങളെന്ന് വിളിക്കും. ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ദം ഈസ് നോൺ ആസ് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ് കണ്ടക്ടേഴ്സിന് അല്ലെങ്കിൽ ചാലകങ്ങൾക്ക് ഉദാഹരണങ്ങളെന്ന് പറയുന്നത് ലോഹങ്ങളുണ്ട്, അതായത് മെറ്റൽസ്, ലോഹസങ്കരങ്ങൾ, അതായത് അലോയ്സ്, പിന്നെ ഗ്രാഫൈറ്റ്. അപ്പോൾ അത്രയായപ്പോൾ ആ ചാലകങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, ഇങ്ങനെ അല്ലാത്ത വസ്തുക്കളില്ലേ? ഇങ്ങനെയല്ലാത്ത വസ്തുക്കളുണ്ട്, അതായത് വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരർത്ഥം കൂടിയുണ്ട്, വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളുമുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ ഇൻസുലേറ്റർ INSULATOR ഇൻസുലേറ്റർ. അപ്പോൾ വൈദ്യുതിയെ കടത്തി വിടുന്ന പദാർത്ഥങ്ങളെ ചാലകങ്ങളെന്ന് വിളിക്കുമ്പോൾ വൈദ്യുതിയെ ഒട്ടും കടത്തി വിടാത്തവയെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. ഇത്തരം ഇൻസുലേറ്ററുകളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനില്ലെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ഒതുക്കാം. ഇൻസുലേറ്ററുകൾ എന്ന് പറയുമ്പോൾ വൈദ്യുതിയെ കടത്തിവിടാത്തവയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വൈദ്യുതി ഒട്ടും കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ നമ്മുടെ പ്ലാസ്റ്റിക്സ്, റബ്ബർ, തടി, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇൻസുലേറ്റർ. ഗ്ലാസ് തുടങ്ങിയിട്ടുള്ളവയാണ് ഇൻസുലേറ്ററുകൾ. അപ്പോൾ ചാലകമായി ഇൻസുലേറ്ററായി. ഇപ്പോൾ ഇതിനകത്തോടി വൈദ്യുതി കടന്നു പോകുന്നത് ഈ ചാലകത്തിൽ കൂടിയാണ്, ഇൻസുലേറ്ററുകളിൽ കൂടിയല്ല. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാധാന്യം വരുന്നത് ഈ ചാലകത്തിനാണ്. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ചാലകങ്ങളും അവയുടെ പ്രത്യേകതകളും അവയിൽ കൂടിയുള്ള വൈദ്യുത ചാലകതയുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ വൈദ്യുതി, അപ്പോൾ ചാലകം നമ്മൾ പഠിച്ചു, വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്താണെന്ന് പഠിച്ചു. ഒരിക്കൽ കൂടി പറയാം വൈദ്യുതി എന്താണെന്ന്. ഇത്തരത്തിലുള്ള ചാലകത്തിലൂടെ, അതായത് ലോഹങ്ങളിലൂടെയോ ലോഹസങ്കരങ്ങളിലൂടെയോ, അതായത് മെറ്റൽസ് അല്ലെങ്കിൽ അലോയ്സ്, അതുകൂടാണ്ട് ഗ്രാഫൈറ്റ് എന്നിവയിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് വൈദ്യുതി അഥവാ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെന്ന്, അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. അപ്പോൾ വൈദ്യുത പ്രവാഹം എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതായത് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ എഫക്ട്സാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങളിൽ, എനർജി ഫോംസിൽ ഒന്നാണ് വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി. ഒട്ടുമിക്കവാറുമുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം ഫലങ്ങളെ ആസ്പദമാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഈ ഉപകരണങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളിൽ ഒന്ന് താപഫലം. താപഫലം എന്ന് പറയുമ്പോൾ എന്തുവരും? ഹീറ്റിംഗ് എഫക്റ്റ്, താപഫലം. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് താപം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ഉദാഹരണം നമുക്ക് പറയാം. രണ്ടാമത്തത് പ്രകാശഫലം. പ്രകാശഫലം എന്ന് പറയുമ്പോൾ എന്താ? ലൈറ്റിംഗ് എഫക്റ്റ്. പ്രകാശഫലം, അതായത് ലൈറ്റിംഗ് എഫക്റ്റ്. 3 യാന്ത്രിക ഫലം. അപ്പോൾ എന്താ? മെക്കാനിക്കൽ എഫക്റ്റ്.
4 രാസഫലം. രാസഫലം അതായത് കെമിക്കൽ എഫക്റ്റ്. ഇത്രയും ഫലങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്? താപഫലം, അതായത് ഹീറ്റിംഗ് എഫക്റ്റ്; പ്രകാശഫലം, അതായത് ലൈറ്റിംഗ് എഫക്റ്റ്; യാന്ത്രിക ഫലം, അതായത് മെക്കാനിക്കൽ എഫക്റ്റ്; രാസഫലം, അതായത് കെമിക്കൽ എഫക്റ്റ്. എന്ന് വെച്ച് ഇത് മാത്രമല്ല ഫലങ്ങൾ, മാഗ്നറ്റിക് എഫക്റ്റൊക്കെ ഉണ്ട്, കാന്തിക ഫലം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനകത്ത് താപഫലം, ഈ താപഫലം അല്ലെങ്കിൽ പ്രകാശഫലം, യാന്ത്രിക ഫലം, രാസഫലം എന്നൊക്കെ പറയുന്നത് വൈദ്യുതോർജ്ജത്തെ ഇത്തരത്തിലുള്ള ഊർജങ്ങളായിട്ട് മാറ്റുക. ഇത്തരം ഉപകരണങ്ങളിൽ ഒരിക്കൽ കൂടി പറയാം, ഇവിടെയെല്ലാം ഇൻപുട്ട്, അതായത് കൊടുക്കുന്നത് വൈദ്യുതി, ഇലക്ട്രിസിറ്റി, ലഭിക്കുന്നത് ഈ ഫലങ്ങളായിരിക്കും. അപ്പോൾ വൈദ്യുതി കൊടുത്തുകൊണ്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഇലക്ട്രിക് ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് ഓവൻ, അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം വൈദ്യുതി, ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട്, ഇലക്ട്രിസിറ്റി സ്വീകരിച്ചുകൊണ്ട് എന്ത് പുറപ്പെടുവിക്കുന്നു? താപത്തെ അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റായിട്ട് മാറുന്നു, കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഊർജ മാറ്റം നടക്കുന്നുണ്ട്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഊർജ സംരക്ഷണ നിയമം എന്ന ഒരു നിയമം പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഊർജ സംരക്ഷണ നിയമത്തിന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് പറയുന്നത്. ഊർജ സംരക്ഷണ നിയമം, അതായത് ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക, എനർജി ചേഞ്ച്. അതായത് ഒരു രൂപത്തിലുള്ള എനർജിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക. ഫോർ എക്സാമ്പിൾ, വൈദ്യുതി ഒരു ഊർജ്ജമാണ്, ഇലക്ട്രിസിറ്റി ഒരു ഊർജ്ജമാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്, ഒരു എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ആ എനർജിയെ താപോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജത്തെ എന്തായിട്ട്? ഹീറ്റിംഗ് എനർജിയായിട്ട്, താപോർജ്ജമായിട്ട് മാറ്റുന്നു. അത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ സംഭവിക്കുന്നത് വൈദ്യുതിയുടെ താപഫലമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ ഹീറ്റിംഗ് എനർജിയായിട്ട് മാറ്റാം, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമായിട്ട് മാറ്റാം. പ്രകാശോർജ്ജമായിട്ട് മാറ്റുമ്പോൾ അവിടെ പ്രകാശഫലം, യാന്ത്രികോർജ്ജമായിട്ട് മാറ്റാം. അപ്പോൾ അവിടെ യാന്ത്രിക ഫലം, വൈദ്യുതി യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, രാസോർജ്ജമായിട്ടും മാറ്റാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളായി. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ ആക്കി മാറ്റിയിരിക്കുന്ന ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ പോലുള്ള സാധനങ്ങൾ. വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രകാശഫലം അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏതിലൊക്കെയാണ്? നമ്മുടെ ബൾബ്, ഇലക്ട്രിക് ബൾബ്, അതുപോലെ തന്നെ ഫ്ലൂറസൻ്റ് ട്യൂബ്, നമ്മുടെ CFL, ഇങ്ങനെയുള്ള ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം, ഉപകരണങ്ങളെല്ലാം, അതായത് പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളിലെല്ലാം വൈദ്യുതിയുടെ പ്രകാശഫലമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ യാന്ത്രിക ഫലം എന്ന് പറയുമ്പോഴത്തേക്കും വൈദ്യുതോർജ്ജത്തെ, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു, അതായത് അത്തരം ഉപകരണങ്ങളിൽ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്താണ്? മെക്കാനിക്കൽ എനർജി. അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ. യാന്ത്രിക ഫലം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, വൈദ്യുതിയുടെ യാന്ത്രിക ഫലം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഇലക്ട്രിക് മോട്ടോർ. അതുപോലെ ഫാന്, പിന്നെ നമ്മുടെ വീട്ടിലെ മിക്സി, ഗ്രൈൻഡർ, അത്തരത്തിലുള്ള ഒത്തിരി ഉപകരണങ്ങൾ. രാസഫലം, അതായത് ഇലക്ട്രിക് എനർജിയെ നമ്മുടെ കെമിക്കൽ എനർജിയായിട്ട് മാറ്റിയിരിക്കും.
അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ ചാർജബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബാറ്ററി ഇത്തരം. അപ്പോൾ ഒരു ഊർജ്ജ രൂപത്തെ മറ്റൊരു ഊർജ്ജ രൂപമാക്കി മാറ്റാം എന്നുള്ള കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു ഒന്നുകൂടി ഓർത്ത് നോക്കിയേ. വൈദ്യുത പ്രവാഹം എന്താണെന്ന് പഠിച്ചു. വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ അവിടെ ഒരു ചാലകം അഥവാ കണ്ടക്ടർ വേണം, അതെന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അവയുടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഇത്രയുമൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഇതൊക്കെ പറയുമെങ്കിലും ഈ വൈദ്യുതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൽ ഫാരഡെ. MICHAEL ആണ്, FARADAY, മൈക്കൽ ഫാരഡെ. ഇദ്ദേഹം അറിയപ്പെടുന്നത് വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന അല്ലെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ ഓർക്കാതെ ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, വൈദ്യുതിയുടെ പിതാവ് ആര്? ഇസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അദ്ദേഹത്തിൻ്റെ പേരാണ് മൈക്കൽ ഫാരഡെ. തിരിച്ച പോർഷനിലേക്ക് വരാൻ വേണ്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം. മുൻ വർഷങ്ങളിലെ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ SSLC പരീക്ഷയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പല വർഷങ്ങളായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കാമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഉപകരണം തരും, ഉപകരണത്തിൻ്റെ പേര് മാത്രം തന്നിട്ട് അത്തരം ആ ഉപകരണത്തിൽ ഏത് എനർജി അല്ലെങ്കിൽ ഏത് ഊർജ്ജമായിട്ട് മാറുന്നു, ഇതായിരിക്കും ചോദ്യം. ഒരു മാർക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളുടെ വീടുകളിലിരിക്കുന്ന ഉപകരണങ്ങൾ തന്നെ ചോദിക്കാം, അതല്ലാണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ചോദിക്കാം. ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഹോം അപ്ലയൻസ് സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട്. അത്തരം ഉപകരണങ്ങളിൽ ചിലത് ഞാനിവിടെ പരിചയപ്പെടുത്താം. ഇലക്ട്രിക് സ്റ്റൗ, അതായത് വൈദ്യുത സ്റ്റൗവിൽ നമ്മൾ ആ ഉപകരണത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം വൈദ്യുതി, ഇലക്ട്രിസിറ്റി. സ്റ്റൗവിൻ്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലഭിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും? താപം അല്ലെങ്കിൽ ഹീറ്റ്. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിൽ ഞാനിവിടെ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് എഴുതുന്നത്. എനർജി ചേഞ്ച് അതായത് ഊർജ്ജമാറ്റം. എന്തൊക്കെ ഊർജ്ജമാറ്റങ്ങൾ സംഭവിക്കുന്നു? ഇലക്ട്രിക് സ്റ്റൗവിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ ഇലക്ട്രിക് സ്റ്റൗ. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് കുക്കറും. ഈ സ്റ്റൗവിന് പകരം കുക്കർ, കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇലക്ട്രിക് കുക്കറും എന്താണ്? ഇലക്ട്രിക് എനർജി ഇതുപോലെ തന്നെയാണ് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിലും ഇലക്ട്രിക് കുക്കറിലും ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ഇലക്ട്രിക് ഓവനിലും, അല്ലെങ്കിൽ ചിലർ ഇലക്ട്രിക് അവൻ എന്ന് പറയും. ഇലക്ട്രിക് അവൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവൻ, അതിലും, അതിവിടെ ഞാൻ എഴുതിയിട്ടില്ല, ഇലക്ട്രിക് ഓവൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇലക്ട്രിക് സ്റ്റൗവ്, ഇലക്ട്രിക് കുക്കർ, ഇലക്ട്രിക് അവൻ എന്നിവയിലൊക്കെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അതായത് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇത്തരം ചോദ്യങ്ങൾക്കൊരു പ്രസക്തിയുള്ളത് തിരിച്ചും ചോദ്യം വരാം. ഇപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കറിൽ, അതും അല്ലെങ്കിൽ ഇലക്ട്രിക് അവനിൽ ഏത് എനർജി ആയിട്ട് മാറുന്നു എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ തിരിച്ചൊരു ചോദ്യം വരാം, വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ ഏതല്ല? അങ്ങനെയും വരാം. അതായത് ഉത്തരം ചോദ്യമാക്കിക്കൊണ്ട് തിരിച്ചും വരാം. അപ്പോൾ ഇത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിൽ എന്താ സംഭവിക്കണേ?
വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് കുക്കറിലോ അവിടെയും വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അതായത് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്നുള്ള ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. ഇലക്ട്രിക് അവനിലും ഇത് തന്നെയാണ്, ഞാനിവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അടുത്ത മറ്റൊരു ഉപകരണമാണ് ഇലക്ട്രിക് ബൾബ്, നമ്മുടെ വൈദ്യുത ബൾബ്. തോമസ് ആൽവ എഡിസൺ എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ബൾബ്, അദ്ദേഹത്തിൻ്റെ പ്രബലമായൊരു കണ്ടുപിടുത്തമായിരുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഇലക്ട്രിക് ബൾബ്, ഈ ഇലക്ട്രിക് ബൾബ് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്നും അതറിയപ്പെടും. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഇലക്ട്രിക് ബൾബിനകത്ത് എന്താ സംഭവിക്കണേ? ഇലക്ട്രിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി, LE എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ലൈറ്റ് എനർജി എന്ന് വേണം മനസ്സിലാക്കാൻ. ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു, അതായത് പ്രകാശോർജ്ജമായിട്ട്. അപ്പോൾ ഇവിടെ എന്താ? വൈദ്യുത ഊർജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. എവിടെ? ബൾബിൽ. അപ്പോൾ ബൾബ് എന്ന് പറയുന്ന ഒരു പ്രതിനിധിയായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബൾബ് മാത്രമല്ല, ട്യൂബ്, ഫ്ലൂറസെൻ്റ് ട്യൂബ്, CFL, ഇവിടെയൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്ര ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൾബ് എന്ന് പറയുന്നത് ഒരു പ്രതീകമായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. ബൾബുണ്ട്, ഫ്ലൂറസെൻ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ട്യൂബുണ്ട്, CFL ഉണ്ട്, അങ്ങനെ ഒത്തിരി പ്രകാശിക ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ലൈറ്റ് എനർജി ഇൻ എന്താണ്? ദീസ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സച്ച് എക്യുപ്മെൻറ്റ്സ്. മറ്റൊരെണ്ണം അടുത്തത് ഇലക്ട്രിക് ഫാൻ. ഫാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്തൊരു മോട്ടോർ ഇരിപ്പുണ്ട്. ഫാൻ, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഉപകരണങ്ങളിലൊക്കെ മോട്ടോറാണ്. അപ്പോൾ അവിടെ ഏത് ഊർജ്ജമായിട്ട് മാറുന്നു? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി, അതായത് വൈദ്യുത ഊർജം എന്തായിട്ട് മാറുന്നു? യാന്ത്രിക ഊർജമായിട്ട് മാറുന്നു. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കറങ്ങുക, യന്ത്രങ്ങളാണ്. യന്ത്രങ്ങളുടെ ഊർജം അത്തരമാണ്, ചലനമുണ്ടാക്കുന്നവയാണ് യന്ത്രങ്ങൾ, ചലിക്കുന്നതിനുള്ള ഊർജം. അപ്പോൾ ഇലക്ട്രിക് ഫാന്, ഗ്രൈൻഡർ, മിക്സി അങ്ങനെയുള്ള ഉപകരണങ്ങളിലൊക്കെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രിക ഊർജമാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ എന്താ സംഭവിക്കണേ? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു, യാന്ത്രികോർജ്ജം എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു ചോദിക്കാം. ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണം ഏത്? അപ്പോൾ പല ഉപകരണങ്ങളും ഇങ്ങനെ തരും, തെറ്റിച്ചൊക്കെ തരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടോ, മിക്സി ഉണ്ടോ, അത് നോക്കുക. അപ്പോൾ അതിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണത്തിൻ്റെ പേര് പറയുമ്പോൾ ഒരിക്കലും ബൾബോ ഇലക്ട്രിക് ബൾബോ കുക്കറോ സ്റ്റൗവോ വരത്തില്ല. അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒത്തിരി അനുബന്ധ ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. മറ്റൊന്ന് സ്റ്റോറേജ് ബാറ്ററി. അവിടെ എന്താ സംഭവിക്കണേ? ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി, അതായത് വൈദ്യുത ഊർജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജമാക്കി മാറ്റുന്നു. രാസോർജം ആക്കി മാറ്റുന്നു. അപ്പോൾ വൈദ്യുത ഊർജത്തെ രാസോർജമായിട്ട് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി ഇൻ വിച്ച് എക്യുപ്മെൻറ്റ്? സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ സ്റ്റോറേജ് സെൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ ഒരു അറിവ് സമ്പാദിക്കണം. ഇത് മാത്രമായിട്ട് ഇപ്പോൾ SLC പരീക്ഷയ്ക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന തന്നെ ചോദിക്കണം നിർബന്ധമില്ല. ഇതേ രീതിയിലുള്ള ഇല്ലെങ്കിൽ ഇതേ ഊർജ്ജമാറ്റം സംഭവിക്കുന്ന ഒത്തിരി ഉപകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നും ആകാം, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും എനർജി കൺവേർഷൻസ് ഒരു പ്രത്യേക ഭാഗമായിട്ട് നിങ്ങൾ മാറിയിരുന്ന് പഠിക്കണം, വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇനി
ഇവിടെ ഇതിനകത്ത് ആദ്യം പറയുന്നത് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇത്തരം ഉപകരണങ്ങളെ പൊതുവെ വിളിക്കുന്ന പേര് വൈദ്യുത താപന ഉപകരണങ്ങളെന്നാണ്. ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്സാണ്. ചൂടാകുന്നതിന് വേണ്ടിയിട്ട്, കൂടുതലും പാചക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളാണിവ. അപ്പോൾ അവിടെ മെയിനായിട്ട് ഓർക്കേണ്ടത് അത്തരം ഉപകരണങ്ങളിലെല്ലാം തന്നെ, വൈദ്യുത താപന ഉപകരണങ്ങളിലെല്ലാം തന്നെ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? താപോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്ന ഉപകരണങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയും. അത്തരം ഉപകരണങ്ങളെ പൊതുവായിട്ട് പറയുന്നവരാണ്. അപ്പോൾ ആ വൈദ്യുത താപന ഉപകരണങ്ങളിൽ പെടുന്നവയാണ് ഇലക്ട്രിക് സ്റ്റൗവ്, ഇലക്ട്രിക് കുക്കർ, ഇലക്ട്രിക് ഓവൻ, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ട്. ആ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്, അപ്പോൾ ഇനി ബാക്കി അടുത്ത ഒരാളെ പരിചയപ്പെടുത്തും, ഒരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രസ്കോട്ട് ജൂൾ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഇദ്ദേഹം അറിയപ്പെടുന്നത് JOULE, ജൂൾസ്. ഇദ്ദേഹം ഒരു നിയമം ആവിഷ്കരിച്ചിട്ടുണ്ട്, ലോ. അത് ജൂൾസ് ലോ എന്നറിയപ്പെടും. അതായത് ജൂൾ നിയമം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ ജൂൾ നിയമം. ജൂൾ നിയമം വ്യക്തമായിട്ട് പഠിച്ചതിനുമായിട്ട് അനുബന്ധമായിട്ട് ഇതിനകത്ത് ഫോർമുല ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, പ്രോബ്ലംസ്, കണക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഈ അധ്യായത്തിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഈ ജൂൾസിലോ പഠിച്ചിരിക്കണം. എന്താണ് ജൂൾ നിയമം? അപ്പോൾ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ നിയമം ആവിഷ്കരിച്ചതാര് എന്ന് ചോദിച്ചാൽ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. അപ്പോൾ ജൂൾ നിയമം ആവിഷ്കരിച്ചതാര് എന്ന് ഒരു ചോദ്യമൊന്നും സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് വരികയില്ല, കാരണം അതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. പക്ഷേ ഈ ജൂൾ നിയമം എന്താണ്? സ്റ്റേറ്റ് ജൂൾസ് ലോ, അല്ലെങ്കിൽ ജൂൾ നിയമം പ്രസ്താവിക്കുക, അതിൻ്റെ നിർവചനം ചോദിക്കും. ജൂൾ നിയമത്തിൽ പറയുന്നത് വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ചാലകം? വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ, ലോഹങ്ങൾ, അതായത് മെറ്റൽസ്, ലോഹസങ്കരങ്ങൾ, അലോയ്സ്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് പോലുള്ള പദാർത്ഥങ്ങളാണ് ചാലകം. വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിൽ ഈ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി അല്പം താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതൊരു ഉപകരണമാണെങ്കിലും കുറച്ച് അധികം സമയം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹീറ്റാവും, ചൂടാവും. അങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു ചാലകത്തിലും, അത് ലോഹമായിക്കോട്ടെ, ലോഹസങ്കരം, അലോയ് ആയിക്കോട്ടെ, ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനകത്ത് ഒരു നിശ്ചിത അളവിൽ താപം അല്ലെങ്കിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ചാലകത്തിന് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കണ്ടക്ടർ, അല്ലേ? അപ്പം അങ്ങനെ വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, താപത്തെ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ഹീറ്റ് ആയതുകൊണ്ട്, HEAT, ഹീറ്റ് ആയതുകൊണ്ട് ആ ഹീറ്റിൻ്റെ ആദ്യത്തെ അക്ഷരമായ H ആണ് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം.
അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിലും ഇത് ശരിയാകണമെന്നില്ല. എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം. ഒരു സൂത്രവാക്യം ഉണ്ടാക്കാൻ പോകുകയാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കണ്ടക്ടർ വെൻ എന്താണ് വിച്ച് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ആ താപത്തിൻ്റെ അളവ് എന്തിനൊക്കെയാ? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്നാണ്. ഇൻറ്റൻസിറ്റി എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഐ. അങ്ങനെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും, അപ്പോൾ സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി, അതുകൂടാണ്ട് ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും, പ്രതിരോധം ഇംഗ്ലീഷിൽ പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ ആദ്യത്തെ അക്ഷരം R ആയതുകൊണ്ട് അത്. അപ്പോൾ വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എച്ച് എന്തിൻ്റെയൊക്കെയാ? ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. അപ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും സ്ക്വയറിൻ്റെയും, പിന്നെയോ ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അതിൻ്റെയും, പിന്നെയോ ആ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാനെടുത്ത സമയത്തെ സൂചിപ്പിക്കുന്നത് ടൈമാണ്. സമയത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി എഴുതാറില്ല, സ്മോൾ ലെറ്റർ ടി എഴുതാറുള്ളൂ ടൈമിന് വേണ്ടിയിട്ട്. ഇതിൻ്റെയും ഈ മൂന്ന് കാര്യങ്ങളുടെയും ഗുണനഫലത്തിന് തുല്യമാണ്. ഇപ്പം നമ്മളത് വാചകം പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു സൂത്രവാക്യം കിട്ടി. അപ്പോൾ എന്തൊക്കെയാ? എച്ച് എന്നുള്ളത് എന്തിന് തുല്യമാണ്? തുല്യമാണെന്നുള്ള അർത്ഥമാണ് ഈ ചിഹ്നമിട്ടിരിക്കുന്നത്, ഈക്വൽ. അപ്പോൾ എച്ച് I² RT. എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം? വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? എന്തിൻ്റെയൊക്കെയാ? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും, സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി, പിന്നെയോ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ, പിന്നെയോ കറണ്ട് പാസ് ചെയ്ത സമയത്തിൻ്റെയും, ആ ചാലകത്തിലൂടെ ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നുപോയ വൈദ്യുതി കടത്തിവിട്ട സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമാണ്. ഗുണനഫലത്തിന്. അപ്പോൾ ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എന്താണോ അത്രയും ഹീറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു യൂണിറ്റ് വേണ്ടേ? ഇപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയറാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമാണ്. അതിനെക്കുറിച്ചൊക്കെ പുറകെ വിശദമായിട്ട് പറയാം. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. സമയം നമ്മൾ മിനിറ്റിലും മണിക്കൂറിലും സെക്കൻഡിലൊക്കെ പറയുമെങ്കിലും ഈ ജൂൾസ് ലോയിൽ എടുക്കേണ്ടത് സെക്കൻഡ് യൂണിറ്റിലുള്ള സമയമാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ, റെസിസ്റ്റൻസ് അതായത് വൈദ്യുതപ്രവാഹ തീവ്രത പറയുന്നത് ആംബിയർ എന്ന് പറയുന്ന ഏകകത്തിലൂടെ, പ്രതിരോധം പറയുന്നത് ഓം എന്ന് പറയുന്ന ഒരു യൂണിറ്റിലൂടെ, സമയം പറയുന്നത് സെക്കൻഡിലൂടെ. അപ്പോൾ ഈ ആംബിയറും ഈ ഓമും ഈ സെക്കൻഡും കൂടി ഗുണിച്ചാൽ കിട്ടുന്നത് ഇതൊന്നുമല്ല, അതിനെ ഇട്ടിരിക്കുന്ന ആ യൂണിറ്റാണ് ജൂൾ. ജൂൾ എന്ന് പറയുമ്പോൾ ഇത് നിയമം കണ്ടുപിടിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, അതും ജൂള്. ഈ നിയമത്തിൻ്റെ പേര് ജൂൾസ് ലോ, ജൂൾ നിയമം. ഇതിൻ്റെ യൂണിറ്റും ജൂളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയാണത്. ജൂൾ നിയമത്തിലുള്ളൊരു പ്രത്യേകത, കിട്ടുന്ന ഉത്തരത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? ജൂളായിരിക്കും. നമ്മളിപ്പോൾ ഗ്രാം, കിലോഗ്രാം, അല്ലെ ഇവിടെ ഈ സെക്കൻഡ്, ആംബിയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഗുണനഫലത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? ജൂളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ജൂൾ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ, ഒരു സൂത്രവാക്യം
ബാക്കിയുള്ള കുറേ ഫോർമുലാസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഇതിനകത്തുനിന്ന് ഒത്തിരി പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. എച്ച് സമം I²RT ജൂൾ. അപ്പോൾ I²RT കഴിഞ്ഞിട്ട് ജൂൾ യൂണിറ്റാണ്, അല്ലാതെ ഇതുപോലെ ഇൻറ്റൻസിറ്റി, റെസിസ്റ്റൻസ്, ടൈം പിന്നെ ജൂളും കൂടി ഗുണിക്കുക എന്നുള്ളതല്ല. ജൂളെന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനപ്പുറത്ത് ജൂളെന്ന് എഴുതാതെ ജൂളെന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ആകുന്നു. ഏകകം എന്ന് പറയും. നമ്മൾ ഭാരത്തിൻ്റെ ഒക്കെ അളക്കുന്ന കിലോഗ്രാം എന്ന് പറയുന്നത് പോലെ, സമയത്തിൻ്റെ അളക്കുന്ന സെക്കൻഡ് എന്ന് പറയുന്നത് പോലെ താപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. ജൂൾ മാത്രമല്ല, കലോറി എന്നൊരു യൂണിറ്റ് കൂടിയുണ്ട്. അതിവിടെ പഠിക്കാനില്ല. ഇപ്പോൾ ഈ ജൂൾ നിയമത്തിൽ ഈ യൂണിറ്റ് ജൂളാകുന്നു.